ഹായ് അപ്പം ഇന്ന് ഈ ഒരു ഇൻട്രോ അതായത് ഞാൻ തിരഞ്ഞ് കണ്ടുപിടിച്ചതൊന്നല്ല. അതായത് ഓൾറെഡി ഞാനിങ്ങനെ പറഞ്ഞ് ആവുമ്പം പെട്ടെന്ന് അങ്ങനെ വന്നതാണ്. അങ്ങനെയാണ് ഈ ഇൻട്രോൻ്റെ ഒരു ഇത്. അത് ഞാൻ ജസ്റ്റ് ഈ ഇൻട്രോ പറയുമ്പം ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം പിള്ളേരാരുമില്ല, സംഗീതം പോയി, പിള്ളേരും പോയി. അപ്പം വീട് ഇന്നലെ പറഞ്ഞ പോലെ ഏകദേശം ഉറങ്ങിയ പോലെ. അപ്പം ഞാൻ പൊതുവേ വർക്ക് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ജിമ്മിന് പോകാറാണ്. അപ്പം എന്തുകൊണ്ട് ഇപ്പം ജിമ്മിന് പോകുന്നില്ല വെച്ചാൽ ഇപ്പം ഏകദേശം 5:30-6 മണീൻ്റെ അടുത്തായി. അത് അമ്പലത്തിൽ പാട്ട് വെച്ച് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ അറിയില്ല. കേൾക്കാൻ പറ്റുന്നുണ്ടോ ഒരു ഡൗട്ടാണ്. മൈക്ക് ശരിക്കും പറഞ്ഞ് ഇങ്ങനെ പിടിക്കാം, ആയിരിക്കും നല്ലത്. അപ്പം ഈ ഒരു സമയം എന്ന് വെച്ചാൽ ഞാൻ ജിമ്മിന് പോകുന്നൊരു സമയം. അപ്പം എന്തുകൊണ്ട് ജിമ്മിന് പോയില്ല എന്ന് വെച്ചാൽ റീസൺ ഉണ്ട് പ്രോപ്പറായില്ലേ. കാരണം വെച്ചാൽ എൻ്റെ മുട്ട് പിള്ളേരുടെ ഒപ്പം ക്രിക്കറ്റ് കളിച്ചിട്ട് വീണായിരുന്നു. അതായത് വർക്ക് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ പിള്ളേരുണ്ടാകുന്ന സമയത്ത് പിള്ളേരുടെ ഒപ്പം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ വ്ളോഗ് നിങ്ങൾക്ക് കണ്ടാൽ തിരിയും, ഞാൻ പറയുന്നുണ്ട് അതിൽ. അതൊന്നും കൂടെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇന്നിപ്പം മഴയൊന്നുമില്ല, ഭയങ്കര ചൂടാണ്. എവിടെ പറഞ്ഞു നിർത്തിയെന്ന് വെച്ചാൽ ജിമ്മിലിപ്പം പോകാത്തൊരു ഇൻട്രസ്റ്റ്, മുട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. കാല് മടക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ അതൊന്ന് പ്രോപ്പറായിട്ട് ഉണങ്ങട്ടെ എന്ന് വിചാരിച്ച് വിട്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്കും കാര്യങ്ങളും കഴിഞ്ഞു. അപ്പം വർക്കും കാര്യങ്ങളും ഏകദേശം ഓൾറെഡി കഴിഞ്ഞു. ചെറിയൊരു വർക്കുണ്ട് ചെയ്യാൻ, അത് എന്തായാലും രാത്രിക്കുള്ളിൽ എഡിറ്റ് ചെയ്ത് തീർക്കും. അപ്പം ജിമ്മിന് പോകാത്ത വെച്ചാൽ അതൊരു റീസണാണ്. ഈ മുട്ടിൻ്റെ ഇതൊന്ന് ശരിയായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഡെയിലി കൺസിസ്റ്റൻ്റായി ജിമ്മിന് പോകും. ഞാൻ ജിമ്മിൻ്റെ വ്ളോഗ് ഇടുന്നതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ എനിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്കുണ്ട്. അപ്പം വ്ളോഗിനായിട്ടൊരു സമയം കണ്ടെത്താൻ പറയുമ്പം കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം ജിമ്മിന് പോകുന്ന സമയം മാത്രമേ നമുക്ക് കണ്ടെത്താനാവും. അപ്പം ജിമ്മിന് പോകുന്ന വ്ളോഗ്സ് ഉണ്ടാവും. അതായത് സ്ക്രാച്ച് നിന്നാണ് ഞാൻ ഇനി ജിമ്മും വർക്കൗട്ടും കാര്യങ്ങളെല്ലാം തുടങ്ങാൻ പോകുന്നത്. വർക്കൗട്ടും കാര്യങ്ങളെല്ലാം തുടങ്ങാൻ പോകുന്നത്. മഴ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കിൻ്റെ മഴ പെയ്യറായി. അപ്പം എൻ്റെ ബോഡിയിൽ നിന്ന് ഇപ്പം വെച്ചാന്ന് പറഞ്ഞാൽ കുറച്ച് ബൾക്കുള്ള ഒരു ബോഡിയാണ്, ബൾക്ക് ടൈപ്പുള്ള ഒരു ബോഡിയാണ്. അപ്പോൾ അതെനിക്ക് ലീൻ ബോഡിയാക്കി അതിൽ മസിൽ വരുത്തണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതായത് ഒരു നല്ലൊരു ഫിസിക്ക് ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ നടക്കും. അതിനുവേണ്ടി നമ്മൾ ഡെയിലി പോകും. ഡെയിലി ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യും. പിന്നെ ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ ഡെയിലീൻ്റെ കണക്ക് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ 5 ദിവസം നമ്മൾ ജിമ്മിന് പോകും, 2 ദിവസം റെസ്റ്റ് എടുക്കും. അല്ലെങ്കിൽ ഇപ്പം മഴയുണ്ട് കാരണം നമുക്ക് ജിമ്മിന് പോകാൻ കുറച്ച് പാടാണ്. അതായത് പോയിട്ട് വരുമ്പോൾ എന്ന് വെച്ചാൽ രാത്രിയാവും. അപ്പോൾ ഞാൻ അതിനൊരു പ്രോപ്പർ ടൈം ഉണ്ടാക്കുകയാണ്. അതായത് 4 മണിക്ക് ജിമ്മിന് പോവുക, 5 മണി 5:30 അല്ലെങ്കിൽ 6 മണിയാകുമ്പോൾ തിരിച്ചു വരിക, നല്ലൊരു ടൈം ഉണ്ടാക്കുകയാണ്. 3 കൊല്ലം മുമ്പേ വരെ ഞാൻ പ്രോപ്പറായിട്ട് ജിമ്മിന് പോകാറുണ്ട്. പക്ഷേ എനിക്ക് വലിയ രീതിക്ക് മസിൽ ബിൽഡ് ചെയ്താൽ പറ്റിയിട്ടെങ്കിലും അതിൽ കുറച്ചെങ്കിലും എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പം ബിൽഡ് ചെയ്താൻ പറ്റിയിരുന്നു, അവിടെ നിർത്തി നമ്മൾ. അപ്പം മെയിനായിട്ട് എനിക്ക് എന്തുകൊണ്ട് അതിനപ്പുറം ബിൽഡ് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഞാൻ നാച്ചുറലായി ബിൽഡ് ചെയ്യുന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് പ്രോപ്പറായി എടുക്കണം, സ്ലീപ്പ് കറക്റ്റ് ആവണം, എല്ലാം കറക്റ്റ് ആവണം. എന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ബോഡി നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റൂ. നിങ്ങളൊരു ജിമ്മിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറയാം. നിങ്ങൾ ജിമ്മിൽ ചേരുമ്പം നിങ്ങൾക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. അതായത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പലരെയും കണ്ടിട്ടുണ്ടാവും, അത്ര വലിയ ബോഡിയാക്കാം, അങ്ങനെയാക്കാം, ഇങ്ങനെയാക്കാം എന്നൊക്കെ. പക്ഷേ ഇതിൻ്റെയൊക്കെ ബാക്കിൽ ഭയങ്കര വലിയൊരു എഫേർട്ട് ഉണ്ട്. എഫേർട്ട് എന്ന് വെച്ചാൽ ചെറുതല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അതിൽ നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യണം. അത്രയും നമ്മൾ എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ബോഡി കിട്ടും. അതിന് നിങ്ങളെ കോച്ച് നല്ലൊരു കോച്ചാവണം. പിന്നെ നിങ്ങളെ വർക്കൗട്ട് പ്രോപ്പറായിരിക്കണം, മിസ്റ്റേക്ക് ഉണ്ടാവാൻ പാടില്ല. പിന്നെ നിങ്ങളെ ഡയറ്റ്, പിന്നെ നിങ്ങളെ സ്ലീപ്പ്, റിക്കവറി എല്ലാം പെർഫെക്റ്റ് ആയി കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഒരു നല്ല ബോഡി അച്ചീവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എത്രത്തോളം നിങ്ങൾ എഫേർട്ട് ഇടുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലായാലും കുറച്ചും ബെറ്ററായി വരും. ഏതൊരു കാര്യത്തിലായാലും എത്ര കണ്ട് എഫേർട്ട് ഇടുന്നോ അത്രത്തോളം നമുക്ക് ആ കാര്യം നമ്മളിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കും. ഇപ്പം ഞാൻ വ്ളോഗ് ചെയ്യുന്നത് നിർത്തിക്കഴിഞ്ഞാൽ, അതായത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുള്ളൂ,
അതായത് വലിയൊരു വ്ളോഗിനോട് വലിയൊരു ഇത് കാണിക്കുന്നില്ല, എൻ്റെ ഓഡിയൻസിനോട് വലിയൊരു ഇത് കാണിക്കുന്നില്ല എന്ന് വെച്ചാൽ ഞാനവിടെ പോകുന്നത് മുകളിലോട്ടല്ല താഴോട്ടേക്കാണ്. അതായത് എൻ്റെ ഗ്രാഫ് താഴോട്ടേക്കാണ് പോവുക. അപ്പം നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ പ്രോപ്പറായിട്ട് അതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ എൻ്റെ ജിമ്മിൽ ഞാൻ എന്ത് വർക്കൗട്ട് തുടങ്ങാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മുട്ട് മുറിഞ്ഞുകൊണ്ട് പിള്ളേരപ്പം കഴിച്ച് മുട്ട് മുറിഞ്ഞതാണ്. അതായത് ഡൈവ് ചെയ്തതാണ്, ബോള് കിട്ടാൻ വേണ്ടി ഡൈവ് ചെയ്തതാണ്, പക്ഷേ വീണുപോയി. സോ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ഇല ചവിട്ടി വീണതാണ്. അന്ന് ഇവിടെയൊക്കെ ബാക്കിലൊക്കെ ഇതിൻ്റെ ബാക്കിലൊക്കെ ഫുള്ള് കാട് അതൊക്കെ വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. സോ അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പോയി ക്രിക്കറ്റ് കളിച്ചതാണ്. അന്നാണ് പുതിയ സ്റ്റെമ്പ് ഉണ്ടാക്കിയത്. ആ സ്റ്റെമ്പിൻ്റെ ഇതാണെന്നാണ് തോന്നുന്നു എൻ്റെ കാലപ്പം തന്നെ പരിപ്പിളകി. സോ എനിക്കറിയാം, എൻ്റെ വ്ളോഗ് കണ്ടിട്ട് ഞാൻ ഇടയ്ക്ക് കണ്ട് നോക്കാറുണ്ട്. അതായത് മറ്റുള്ളവരുടെ വ്ളോഗ് കാണുന്നതിനെക്കാട്ടും ഞാനിപ്പോൾ എൻ്റെ വ്ളോഗാണ് ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് ഞാൻ തന്നെ പറഞ്ഞ് ഞാൻ തന്നെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ തന്നെ കാണാറുണ്ട്. നിങ്ങളെപ്പോലുള്ള ഒരു വ്യൂവേഴ്സായിട്ട് ഞാനും കാണാറുണ്ട്. അപ്പം തന്നെ എനിക്ക് അതിൽ തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ബെറ്ററായി വരുന്നുണ്ട്. ഇപ്പം സംസാരത്തിൽ തന്നെ ഞങ്ങൾക്ക് അതായത് തുടർച്ചയായി സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും അതായത് ഞാൻ തുടങ്ങിയത് മുതൽ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ പല കാര്യങ്ങളും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ അതൊരു വലിയൊരു മാറ്റമാണ്. അതായത് ഞാൻ ഫസ്റ്റ് വ്ളോഗിലൊന്നും ഒരു കാര്യവും പറയുന്നുണ്ടായിരുന്നില്ല, എന്തൊക്കെ ചിന്തിച്ച് പറയും, ഇങ്ങനെ ഒരു കാര്യം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു 32 വീഡിയോസ് ഞാൻ ഓൾറെഡി വ്ളോഗ് ചെയ്തു. സോ അത് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര വലിയ മാറ്റം ഒന്നും തോന്നുന്നില്ല, പക്ഷേ എൻ്റെ സംസാരം തുടർച്ചയായിക്കൊണ്ടിരിക്കുന്നു. അതാണൊരു മാറ്റം എനിക്ക് തോന്നിയത്. സോ പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് പോകുന്നുണ്ട്, മഴയത്താണ്, മഴ പെയ്യുന്നുണ്ട്. സോ നമുക്ക് ട്രൈപോഡ് വെച്ച രീതിയിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു മിസ്റ്റേക്ക് ചെയ്തതെന്ന് വെച്ചാൽ ബ്രൈറ്റ്നെസ്, അതായത് ക്യാമറ ക്ലാരിറ്റി കുറച്ച് 0.7+ ഇടേണ്ട ഞാൻ 3+ ഇടേണ്ട ഞാൻ 7+ ഇട്ട് പോയി. അപ്പം കളർ കുറച്ച് കൂടിപ്പോയി. നിങ്ങൾക്ക് ഇവിടെയൊക്കെ കളർ ചിലപ്പം കുറച്ചും കൂടെ കൂടിപ്പോയത് പോലെ തോന്നാം. അപ്പം അങ്ങനെയാണ്. പിന്നെ അനന്തു നാട്ടിലെത്തിയിട്ടുണ്ട്. മുന്നത്തെ എൻ്റെ വ്ളോഗ് കണ്ടവർക്ക് അറിയാം, അനന്തു മലേഷ്യ പോയിട്ട് നാട്ടിലെത്തിയിട്ടുണ്ട്. സോ അവൻ എന്തുകൊണ്ട് വ്ളോഗിൽ ഇല്ലാത്തതെന്ന് വെച്ചാൽ ഫുൾ വർക്കാണ് ഇപ്പം. അതായത് ട്രിപ്പ് കഴിഞ്ഞ് ചെക്കനെ കാണാൻ കിട്ടുന്നില്ല, ഫുൾ വർക്കാണ്. അപ്പം ഇപ്പം നാട്ടിൽ ഉള്ള ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ കാർത്തിക് ഉണ്ട്, അനന്തു ഉണ്ട്, പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. സോ അവരെപ്പോഴും നമുക്ക് കിട്ടില്ല, എപ്പോഴും നമുക്ക് വ്ളോഗിൽ ഉൾപ്പെടുത്താനും കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വർക്കുണ്ട്. സോ വർക്ക് കഴിഞ്ഞ് നമുക്ക് ജിമ്മിന് പോകാനാവും. സോ ജിമ്മിന് പോയി വരുമ്പോൾ തന്നെ രാത്രിയാവും. അങ്ങനെയാണ് നമ്മുടെ ഒരു ദിവസം കഴിയുക. അപ്പം ഞാൻ ജിമ്മിന് പോകുന്നത് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ സക്സസ് ആവാൻ അതൊന്നും നമ്മളിപ്പോൾ ചിന്തിക്കുന്നില്ല, നമ്മൾ ഡെയിലി ചെയ്യും എന്തായാലും. സോ അതാണ് നമ്മളിത് ഡെയിലി നമ്മൾ ചെയ്യും. നമ്മൾ സക്സസിനെ പറ്റിയോ അതിനെ പറ്റിയോ ഒന്നും ഇപ്പം ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഇപ്പം മഴക്കാലം വന്നുകൊണ്ട് തന്നെ പലർക്കും ജിമ്മിന് പോകാനൊരു മടിയുണ്ടാവും. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. നമുക്ക് മഴയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വർക്കും കഴിഞ്ഞ് പക്ഷേ മഴയല്ലേ ഇന്ന് പോകണ്ട മടി പിടിച്ച് വീട്ടിലിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ മടി പിടിച്ച് മഴയാണ്, അതായത് കുറേ എക്സ്ക്യൂസ് പറഞ്ഞ് നിങ്ങൾ വീട്ടിലിരുന്ന് പോവുകയുള്ളൂ. പിന്നെ നിങ്ങൾ അങ്ങ് സ്കിപ്പ് ചെയ്ത് ദിവസങ്ങൾ കൂടും. അതായത് പിന്നെ നിങ്ങൾ ജിമ്മിന് പോവാണ്ടാവും. സോ ജിമ്മിന് തന്നെ പോകണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എന്തൊക്കെ വർക്ക് കഴിഞ്ഞ് എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളത് ചെയ്യുക. സോ ഇപ്പം എനിക്ക് പുറത്ത് പോയി വ്ളോഗ് എടുക്കാൻ പറ്റില്ല, കാരണം വെച്ചാൽ നിങ്ങൾ നേരത്തെ കണ്ടു ബാക്കിലും കാണും മഴയാണ്. അപ്പോൾ നമ്മൾ ഈ മുറിവ് എപ്പോൾ ഉണങ്ങുന്നോ അന്ന് മുതൽ, അതായത് ഇനി ഈ മുറിവ് ഉണങ്ങിയിട്ട് നാളെ എനിക്ക് ജിമ്മിന് പോകാമെന്നൊന്നും ഞാൻ വെക്കൂല. കാരണം അതിന് മുന്നേ തന്നെ മുറിവ് ഉണങ്ങിയാടും നമ്മൾ ജിമ്മിന് പോയിരിക്കും. അതിൽ നോ മോർ എക്സ്ക്യൂസസ്. ഓക്കെ, എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ജിമ്മിൽ പോകുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. വർക്കൗട്ട്, സ്ലീപ്പ്, ഡയറ്റ് എല്ലാം പ്രോപ്പറായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച രീതിയിൽ ഒരു നല്ല ബോഡി ഉണ്ടാക്കാൻ പറ്റും. സോ ഒരു ലിമിറ്റഡ് ടൈമിൽ, അതായത് 1 മാസം അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ടൊന്നും ഒരാൾക്കും ലൈഫിൽ ബോഡി ഉണ്ടാക്കാൻ പറ്റില്ല.
അത് നിങ്ങൾ ജിമ്മിന് പോകുന്നതിന് മുമ്പേ, അതായത് നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിരിക്കും ഇനി ജിമ്മിന് പോകാൻ പോകുന്ന ആൾക്കാരുണ്ടാവും, അറിയില്ല. പക്ഷേ നിങ്ങൾ ജിമ്മിന് പോകുന്ന സമയത്ത് ഇത് മൈൻഡിൽ കൊണ്ട് നടക്കുക. പെട്ടെന്നൊരു ബോഡി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. ഫസ്റ്റ് ജിമ്മിന് പോകുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്, പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരോടല്ല. സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം പ്രോപ്പറായി നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, കറക്റ്റ് നല്ലൊരു കോച്ചിനെ കണ്ടെത്തുക, ഫുഡ് പ്രോപ്പറാക്കുക, ഡയറ്റ് പ്രോപ്പറാക്കുക, നിങ്ങളെ ഉറക്കം എല്ലാം പ്രോപ്പറാക്കുക. എന്നാലേ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച രീതിയിൽ നല്ലൊരു ബോഡി അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ ആരോട് വേണമെന്ന് ചോദിച്ചാൽ അത് അങ്ങനെയാണ്. അതായത് ഞാൻ ഇത്ര മൂന്ന് കൊല്ലമായിട്ട് ഞാൻ ജിമ്മിന് പോകുന്നുണ്ട്. സോ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇതൊക്കെയാണ്, അങ്ങനെയാണ്. സോ ഓരോരോ എക്സ്ക്യൂസ് പറയാതെ നിങ്ങൾക്ക് ചെയ്യണം തോന്നുന്ന കാര്യം അപ്പം ചെയ്യുക. ഞാൻ തന്നെ ഈ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങണം എന്ന് വിചാരിച്ചിട്ട് കുറേ കുറേ ദിവസങ്ങൾ, മാസങ്ങൾ ഇങ്ങനെ ഓരോ എക്സ്ക്യൂസും പറഞ്ഞ് നാളെ ചെയ്യാം, പിന്നെ ചെയ്യാം, എനിക്ക് അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ മാറ്റി നിർത്തിയായിരുന്നു. അപ്പം തന്നെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. അതായത് ഞാൻ ഓരോ ദിവസം മാറ്റി നിർത്തുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ട് എനിക്ക് തുടങ്ങണമെന്ന്, പക്ഷേ എനിക്ക് എങ്ങനെയും തുടങ്ങാൻ പറ്റില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് എനിക്ക് സംസാരിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. അതായത് ഞാനിങ്ങനെ സംസാരിച്ച ആൾക്കാരെന്ത് വിചാരിക്കുന്നില്ല, ഒറ്റൊരു പേടി കൊണ്ടാണ് ഞാൻ വ്ളോഗിങ് ഇത്ര കാലമായിട്ട് ചെയ്യാണ്ടിരുന്ന് ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് ഇങ്ങനെ ദിവസം കടന്ന് പോയി. ലാസ്റ്റ് ഞാൻ ഒരു തീരുമാനമെടുത്തു. അതായത് ഞാൻ എന്താണോ പേടിക്കുന്നത്, എൻ്റെ ലൈഫിൽ ഞാൻ എന്താണോ പേടിക്കുന്നത്, അതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണോ പേടിക്കുന്നത് ആ കാര്യങ്ങൾ ചെയ്യാം. ഇനി ഞാൻ പേടിക്കുന്നില്ല കാര്യം എന്ന് വെച്ച് വേണ്ടാത്ത കാര്യങ്ങളൊന്നും എടുത്ത് കൂട്ടരുത്. അതായത് വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഫിയർ, അതായത് എനിക്ക് സംസാരിക്കാൻ, ക്യാമറ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ പേടി, അതായത് മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നുള്ള പേടി, ഇതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. വേറെ ഒരു കാര്യത്തിനെ കുറിച്ചല്ല. നിങ്ങൾ തെറ്റിദ്ധരിച്ച് വേറെ ഒരു കാര്യങ്ങളും ചിന്തിച്ച് വെക്കരുത്. പിന്നെ എനിക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ സംസാരിക്കാൻ ചിരിക്കില്ല ഞാൻ എങ്ങനെയും വ്ളോഗ് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഞാൻ ചെറുങ്ങനെ ചിരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പക്ഷേ ചിരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഗ്യാങ്ങിലാണെങ്കിൽ നല്ലോണം ചിരിക്കും. അവിടെ നമ്മളൊരു നല്ല രീതിക്ക് തമാശയൊക്കെ പറഞ്ഞ് അതായത് നമ്മളെ ഒരു നേച്ചർ നമ്മളവിടെ കാണിക്കും. അങ്ങനെയാണ്. സോ ഇപ്പം ഏകദേശം രാത്രി ആവാറായി മീൻസ് ഒരു 6 മണിയൊക്കെ ആവാറായി. അമ്പലത്തിലെ പാട്ട് നിന്നു, നല്ല മഴ, ചെറിയ കാറ്റൊക്കെ വരുന്നുണ്ട്. അപ്പം വൈകുന്നേരം ജിമ്മിന് പോകുന്നവരാണെങ്കിൽ ഇപ്പം മഴക്കാലമാണ്. സോ നിങ്ങൾ നേരത്തെ പോകാൻ നോക്കുക പറ്റുന്നത്രയും. രാത്രി മഴ പെയ്ത് നല്ല കാറ്റൊക്കെ വന്നാൽ നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെ പൊട്ടി വീണെന്ന് നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ സ്കൂട്ടറോ അല്ലെങ്കിൽ അതെന്തെങ്കിലും എടുത്ത് പോകുമ്പോൾ നമുക്ക് അതായത് ഇലക്ട്രിസിറ്റി ലൈനൊക്കെ ഉണ്ട്, KCB ലൈനൊക്കെ ഉണ്ട്. പോസ്റ്റിൽ നിന്ന് എപ്പം പൊട്ടി വീണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ സ്കൂട്ടി എടുത്ത് പോകുമ്പോൾ നമുക്ക് മഴ പെയ്യുന്നതിൻ്റെയും കാറ്റിൻ്റെയും കാരണം നമുക്ക് മുന്നിലൊന്നും കാണാൻ പറ്റില്ല. ഹെൽമെറ്റ് നമ്മൾ എന്തായാലും മൂടിയിട്ടായിരിക്കും ഉപയോഗിക്കുക പല ആൾക്കാരും. അപ്പം നോക്കിയിട്ടും കണ്ടിട്ടൊക്കെ പോവാം. നേരത്തെ ജിമ്മിന് പോയി നേരത്തെ വീട്ടിലെത്താൻ നോക്കുക. അതായത് രാത്രി ആവുന്നതിന് മുമ്പേ വീട്ടിലെത്താൻ നോക്കുക. സോ അത്രയും കാര്യങ്ങളാണ് ഞാനൊരു ഈ വ്ളോഗിൽ പറയാനുള്ളത്. അതായത് നമുക്കിപ്പം പുറത്ത് പോയി വ്ളോഗ് ചെയ്യാനുള്ളൊരു ആഗ്രഹമുണ്ട്, പക്ഷേ കാലാവസ്ഥ അനുവദിക്കുന്നില്ല. അതേ ഒരു പ്രശ്നമുള്ളൂ. പിന്നെ ഇൻസ്റ്റാഗ്രാം ഞാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അപ്പം വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുമ്പം ഇൻസ്റ്റാഗ്രാമോടെ തുടങ്ങുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ബയോയിലോ ഞാൻ കൊടുക്കാം. സോ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, കുഴപ്പമില്ല. നിങ്ങൾ വിചാരിക്കും ഭയങ്കര പെർഫെക്റ്റായി ഇപ്പോൾ സംസാരിക്കുന്നുണ്ടല്ലോ, ഇപ്പം കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഞാൻ നിർത്തുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ അവിടെ കട്ട് ചെയ്യുന്നുണ്ടാവാം. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇപ്പം ഞാൻ നിർത്തി. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരാം. അതായത് നമ്മൾ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയതേ ഉള്ളൂ. തുടങ്ങിയിട്ട് ഇത്ര സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വലിയ പ്ലസ് ആണ്. അപ്പം ഇനിയും അങ്ങോട്ട് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റും. സോ നമ്മൾ പുതിയ കണ്ടൻറ്റ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പുതിയ കണ്ടൻറ്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഡെയിലി വ്ളോഗ് ഉണ്ടാവും. അതെന്തൊക്കെ വന്നാലും ഡെയിലി വ്ളോഗ് ഉണ്ടാവും. പിന്നെ ഒരു കാര്യം എന്ന് പറയാനുള്ള, എന്തൊക്കെ വന്നാലും ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് പറ്റുന്നത്ര ഞാൻ ഈ വ്ളോഗ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കും.
പിന്നെ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ ബ്രേക്ക് എടുക്കാൻ, അതായത് അത്രയും തിരക്കാണെങ്കിൽ അത്രയും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ വ്ളോഗ് ചെയ്യാണ്ടിരിക്കുള്ളൂ. സോ എന്തെങ്കിലും ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ അതെന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് കാര്യം ഉണ്ടായിട്ട് ആയിരിക്കും ഞാൻ ബ്രേക്ക് എടുക്കാൻ പോവുക. സോ നിങ്ങളിപ്പം കണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവരാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ആഗ്രഹിച്ച് നിൽക്കാതെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് വിചാരിക്കാതെ കണ്ടന്റ് ക്രിയേഷൻ ചെയ്ത് തുടങ്ങാം. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് ഇപ്പോഴുള്ള പേടി ഇപ്പം നിങ്ങൾ പേടിച്ചുകൊണ്ടിരുന്ന ജീവിതകാലം നിങ്ങൾ പേടിച്ചുകൊണ്ട് നിൽക്കേണ്ടി വരും. തുടങ്ങണമെങ്കിൽ ഇപ്പം തുടങ്ങുക. നിങ്ങൾ ആരും ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല, നിങ്ങൾ ആരും ഒന്നും പറയാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തുടങ്ങുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം. സോ അങ്ങനെയാണ്. അപ്പം ഞാൻ ഈ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ ഫസ്റ്റ് എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഓടാൻ പോകുന്നൊരു വീഡിയോ. അപ്പം ഞാൻ ആ വീഡിയോ തുടങ്ങിയതിൽ പിന്നെ തന്നെ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഓടുന്ന വ്ളോഗ്സ് ചെയ്യാം, ഓടുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന്. പക്ഷെ ഞാനത് തുടങ്ങി, പിന്നെ കഴിഞ്ഞപ്പോൾ തന്നെ സംഭവിച്ച കാര്യം എന്ന് വെച്ചാൽ മഴ പെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ കുറച്ച് നാൾ ഓടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു വെച്ചാലും മഴ പെയ്തു. പക്ഷേ നമ്മൾ ജിമ്മിന് പോകുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഓട്ടം തുടങ്ങും. അതിൽ എക്സ്ക്യൂസ് ഇല്ല. കാരണം നമുക്ക് ഓട്ടവും ജിമ്മും, അതായത് റണ്ണിങ്ങും ജിമ്മും ഒരു സെയിം ലൈനിൽ കൊണ്ടുപോകാനാണ് ഞാനിപ്പോൾ നോക്കുന്നത്. അതായത് നമ്മൾ എന്തായാലും ജിമ്മിന് പോകുന്നുണ്ട്, നമ്മൾ കാർഡിയോ ചെയ്യണം. അപ്പം നമുക്ക് ഓട്ടത്തിലൂടെ കാർഡിയോ ആക്കാൻ ഞാൻ ഇങ്ങനെ വിചാരിച്ചു. അങ്ങനെ അപ്പം ഓട്ടവും, അതായത് ഞാനിപ്പോൾ 4 ദിവസം ജിമ്മിന് പോകുന്നുണ്ടെങ്കിൽ 3 ദിവസം ഓട്ടത്തിന് വേണ്ടി മാറ്റി വെക്കും. കാരണം നമുക്ക് ജിമ്മും ഓട്ടവും ഡെയിലി ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും, നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ രാവിലെ ഓടിക്കഴിഞ്ഞാൽ ഇത്ര ഒരു 1 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വീട്ടിലെത്തി വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ജിമ്മിന് പോകും. ഈ ജിമ്മിന് പോകുന്നതിന് മുന്നേ ഉള്ള ഒരു ഉച്ചക്കൊക്കെ അല്ലെങ്കിൽ രാവിലെ കഴിഞ്ഞുള്ള ഒരു സമയത്തൊക്കെ ഭയങ്കര ക്ഷീണമായിരിക്കും. അതായത് നമുക്ക് 2 കാര്യങ്ങൾ, 2 ഫിസിക്കൽ ആക്ടിവിറ്റി, അതായത് റണ്ണിങ് പറയാണ്, ജിമ്മ് പറയാണ്. അപ്പം അത് രണ്ടും ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. നല്ലതായിട്ട് നമ്മൾ ബോഡിക്ക് അത് എഫക്റ്റ് ചെയ്യും. കാരണം പ്രോപ്പർ റെസ്റ്റ് നമുക്ക് വേണമല്ലോ. സോ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം എൻ്റെ കാര്യത്തിൽ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. എൻ്റെ കാര്യത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ക്ഷീണം വരുന്നുണ്ട്, ഭയങ്കരമായിട്ട് ടയേർഡായി ഞാനിങ്ങനെ ഉറങ്ങി വീഴുന്നുണ്ട്, വർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ലെവലിലാണ് എത്തുന്നത്. സോ അപ്പം പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ജിമ്മിൽ കൺസിസ്റ്റൻ്റായി പോവുക. കാരണം നമ്മൾ കൺസിസ്റ്റൻസി വിട്ടൊരു കളിക്ക് നിൽക്കരുത്. കൺസിസ്റ്റൻ്റായി നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അത് നിങ്ങളെ ബോറടിപ്പിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യണ്ടെന്നൊക്കെ തോന്നും, നിർത്താൻ തോന്നും, നിങ്ങളത് മടുപ്പിച്ചുകൊണ്ടേ നിൽക്കും. പക്ഷേ നിങ്ങളൊരു കാര്യം വിചാരിക്കുക, നിങ്ങളെ എന്തുകൊണ്ടത് മടുപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു എന്ന് വെച്ചാൽ, നിങ്ങൾ കുറച്ച് ഇങ്ങനെ വ്ളോഗിങ് അല്ലെങ്കിൽ വീഡിയോസ് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ ഒന്നിക്ക് നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല, സമയം കിട്ടില്ല. അതായത് നിങ്ങൾ പുതിയൊരു പാറ്റേൺ പോലത്തെ ഒരു ലൈഫിലേക്ക് ഇങ്ങനെ കിടക്കുക. അതായത് നിങ്ങളിപ്പോൾ ചെയ്യുന്ന വർക്കിൻ്റെ കൂടെ വേറൊരു വർക്കും കൂടെ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വർക്ക് പുതിയൊരു കാര്യമാണ്. അപ്പോൾ അത് മാനേജ് ചെയ്യാനുള്ള സമയം, നിങ്ങളുടെ വർക്ക് മാനേജ് ചെയ്യാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തുക. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബാലൻസ് ഇല്ലാണ്ടായി പോകും. സോ നിങ്ങൾക്ക് 2 വർക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നിങ്ങളുടെ വർക്കും കൊള്ളവും, നിങ്ങൾ ചെയ്യാൻ വെച്ചിരുന്ന കാര്യം കൊള്ളവും. അപ്പം പ്രോപ്പറായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് ഒരു ടൈം, അതായത് കറക്റ്റ് ടൈം, ഒരു റണ്ണിങ്ങിന് ഇത്ര ടൈം, റണ്ണിങ് ചെയ്യുന്നവരാണ് റണ്ണിങ്ങിന് ഇത്ര ടൈം, വർക്കൗട്ടിന് ഇത്ര ടൈം, അത് ഏതൊക്കെ ദിവസങ്ങളിൽ ചെയ്യണമെന്ന് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓരോരോ ആളെ ബോഡി ടൈപ്പ് അനുസരിച്ചാണ്. ചിലവർക്ക് നല്ല സ്റ്റാമിന ഉണ്ടാവും. ഞാനിപ്പോൾ ഓടാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ എനിക്ക് സ്റ്റാമിന ഇല്ല, അതായത് നല്ലതായിട്ട് കിതക്കുന്നുണ്ട്. സ്വാഭാവികമാണ്, അത് ഓടാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. നല്ല രീതിക്ക് സ്റ്റാമിന പോവും, കതക്കും, നല്ല ടയേർഡാവും. പക്ഷേ എന്നിട്ട് ജിമ്മിനും കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രാത്രി എന്ന് വെച്ചാൽ ഫ്ലാറ്റ് ആയിരിക്കും, നമ്മളങ്ങ് ഉറങ്ങിപ്പോവും. അങ്ങനെയാണ് സംഭവിക്കുക. സോ നിങ്ങൾ
4 ദിവസം ജിമ്മിന് പോവാം, 3 ദിവസം മാത്രം നിങ്ങൾ ഓടിയാൽ മതി. അതിൽ 3 ദിവസം ഓടണ്ട, അല്ലെങ്കിൽ 2 ദിവസം മാത്രം ഓടിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജിമ്മിൻ്റെ ഇടക്ക് 2 ദിവസം ഇടവിട്ട് ഓടിയാലും മതി. ഓക്കെ. സോ പ്രോപ്പറായിട്ട് ഓടുന്നവർ, അതായത് ഈ മാരത്തോണൊക്കെ ട്രൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡെയിലി ഓടുന്നവരാണെന്നാണ് എൻ്റെ ഒരു ഇത്. ഞാൻ ഓട്ടോ ആയിട്ടൊരു ബന്ധമില്ല, കാരണം ഞാൻ ഇടയ്ക്കെപ്പെങ്കിലും ഓടുന്നൊരു മനുഷ്യനാണ്. പക്ഷെ ഞാൻ ഓട്ടം സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ കുറച്ച് ദിവസം ഓടിയെങ്കിലും മഴയായതുകൊണ്ട് ഓടാൻ പറ്റുന്നില്ല. മഴയായതുകൊണ്ട് മാത്രം ഓടാൻ പറ്റുന്നില്ല. അപ്പം ഇപ്പം ജിമ്മിന് പോകാനേ പറ്റുള്ളൂ. സോ ഷൂ നനഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം എണീറ്റ് ഓടാനല്ലേ ഇത് പോകും. സോ പിള്ളേരൊക്കെ ഇങ്ങനെ ക്ലാസ്സൊക്കെ വിട്ട് വീട്ടിലേക്കൊക്കെ പോകുന്നുണ്ട്. ഞാനും ഇതുപോലെ പണ്ട് മഴക്കാലത്ത് ജൂൺ മാസത്തിൽ സൈക്കിളും എടുത്ത് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആദ്യമേ തിരിച്ചു പോകും സ്കൂളിലേക്ക്. കാരണം വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ജിതിൻ ആൻ്റണി. സോ ചങ്ങായി ഇപ്പം സൗദിയിൽ വർക്ക് ചെയ്യുക. ഇപ്പം ഓൻ്റെ വീട് വെച്ചാൽ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അത് ഹൈവേൻ്റെ കുറേ അങ്ങോട്ടാണ്. അവരെ ഓട്ടോവിനാണ് പോകല്. അവർ കുറച്ച് പിള്ളേർ ഓട്ടോ ഇങ്ങനെ, അതായത് ഓട്ടോ അവരെ കൂട്ടാൻ വരും. അപ്പം ഓട്ടോന് തിരിച്ചു പോകും. അപ്പം ഓട്ടോനാണ് അവർ തിരിച്ചു പോകാറ്. അപ്പം ഞാനും ഇവരും ഭയങ്കര ക്ലോസാണ്. സോ ഞാൻ എന്താക്കുന്നത് വെച്ചാൽ വീട്ടിൽ ബാഗ് ഇട്ടോടെ ഞാൻ നേരെ സ്കൂൾ, അതായത് ഞാൻ ഇവിടെ വീട്ടിൻ്റെ അടുത്തൊരു സ്കൂൾ പറഞ്ഞില്ലേ, ആ സ്കൂളാണ് ഞാൻ പറയുന്നത്. വീട്ടിൻ്റെ അടുത്തുള്ള ആ സ്കൂളിലേക്ക് ഞാൻ പോകുമായിരുന്നു. അതായത് പിള്ളേർ അവിടെ ഉണ്ടാവും. പിള്ളേർ എന്തൊക്കെ കളിച്ചുകൊണ്ട്, അതായത് അവരെ ഓട്ടോ വരാൻ ലേറ്റ് ആവും. എന്തൊക്കെ കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അതൊക്കെ ഒരു കാലം. അതൊക്കെ ഇപ്പം ഇങ്ങനെ ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റി. അതായത് അതുപോലെ തന്നെ വെക്കേഷൻ ടൈമിൽ തന്നെ വീട്ടിൽ അമ്മ ഒരേ പരാതി പറയുന്നത് വെച്ചാൽ എന്നെ വീട്ടിൽ കാണാൻ കിട്ടാറില്ല. വെക്കേഷൻ ടൈമിൽ ഞാനും എൻ്റെ കസിൻ ഇന്നലെ നിങ്ങൾ വ്ളോഗിൽ കണ്ട സംഗീതും വീട്ടിൽ നിൽക്കാറില്ല വെച്ചാൽ നമ്മൾ എത്താത്ത സ്ഥലമില്ല. സൈക്കിള് കൊണ്ട് നമ്മൾ എത്താത്ത സ്ഥലമില്ല. അങ്ങനെയായിരുന്നു നമ്മളൊരു ചെറുപ്പകാലം. അപ്പോൾ അങ്ങനെയാണ്. കാരണം നമ്മൾ എല്ലാ സ്ഥലത്തും അധികം പോകാറുണ്ട്. പിന്നെ നമ്മളിപ്പം വലുതായി, ഇപ്പം നമ്മൾ സൈക്കിളും രണ്ടാൾക്ക് സൈക്കിളുണ്ട്. പക്ഷേ ഓന് പഴയ സൈക്കിൾ തന്നെയാണ്. ഞാൻ ഒരു ആഗ്രഹപ്പുറത്ത് സൈക്കിള് ഓടിക്കാമെന്നുള്ള ആഗ്രഹപ്പുറത്ത് വാങ്ങിച്ചിട്ടതാ. പക്ഷേ അധികം ഓടിക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ കറക്റ്റ് എൻ്റെ ഉറക്കവും എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചതാ. അപ്പം രാവിലെ എന്തായാലും സൈക്കിൾ എടുത്ത് പോകാൻ പറ്റില്ല. പിന്നെ വൈകുന്നേരം ജിമ്മുണ്ട്, അപ്പോൾ അത് നടക്കില്ല. സോ നമ്മൾ സൈക്കിൾ എടുത്ത് പോകുന്ന വേറൊരു വ്ളോഗും കൂടെ ചെയ്യും. സോ അതൊക്കെ ഇങ്ങനെ വരാനുണ്ട്. അതൊക്കെ കുറേ തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഡെയിലി എൻ്റെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ നടക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനത്തെ ഒരു വ്ളോഗ് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, മഴയത്ത് നമുക്ക് എവിടെയും പുറത്തിറങ്ങാൻ പറ്റില്ല. ഞാൻ ഇന്നൊരു സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ വ്ളോഗും കാര്യങ്ങളും എടുക്കാമെന്ന് വിചാരിച്ച, പക്ഷേ പ്രാക്ടിക്കലി നമുക്ക് നടന്നില്ല. പക്ഷേ നമ്മൾ എടുക്കാൻ നോക്കും. സോ ഇനി വരുന്ന വ്ളോഗിൽ ഞാൻ പല വെറൈറ്റി വ്ളോഗ് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടുണ്ട്. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞതിൽ പല തെറ്റുകളുണ്ടാവാം. സോ നിങ്ങൾ ആ തെറ്റുകൾ മാത്രം മാറ്റി വെക്കുക, ശരികൾ മാത്രം എടുക്കുക. ഓക്കെ. അപ്പം മഴയൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പം ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പം അടുത്തൊരു വ്ളോഗായിട്ട് വീണ്ടും നാളെ കാണാം. സോ ബൈ.